പശുക്കളോടുള്ള സ്നേഹവും പരിചരണവും വർദ്ധിപ്പിച്ചാൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? പാൽ ഉൽപ്പാദനത്തിന് പിന്നിലെ രസകരമായ കാഴ്ചകളും പശുക്കളുടെ ജീവിതം പകർത്തിയ പ്രത്യേക റിപ്പോർട്ടാണ് അടുത്തത്. ദുബായ് കേന്ദ്രമായ അൽ റവാബി എന്ന പാൽ കമ്പനിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതുമായി ഗൾഫ് സ്പെഷ്യൽ. സ്വിച്ചിട്ടാൽ പാൽ കറക്കുന്ന യന്ത്രം, പശുക്കൾക്ക് ചൂടകറ്റാൻ തണുത്ത വെള്ളം വിതറുന്ന കൂളിംഗ് ഫാൻ, തീറ്റ നൽകാൻ ഓട്ടോമാറ്റിക് മെഷീൻ, കുളിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ, പരിചരിക്കാൻ പ്രൊഫഷണലുകളായ ജീവനക്കാർ. ഇനി എന്ത് വേണം ഒരു പശുവിന് ഇതിനപ്പുറം? അത്രയ്ക്ക് വലിയ രാജകീയ സൗകര്യങ്ങളോടെയാണ് ഈ പശുപ്പട ഇവിടെ ജീവിതം അടിച്ചുപൊളിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ ജീവിതശൈലിയിൽ അതിനും മേലെയാണ് ഇവരുടെ ഈ താമസം. ദുബായ് കേന്ദ്രമായ പ്രമുഖ പാൽ ഉൽപാദകരായ അൽ റവാബി ഫാമിലാണ് പശുക്കൾക്ക് മികച്ച താമസവും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അൽ റവാബി കമ്പനിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഫാക്ടറി തുറന്നിടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ജയ്ഹിൻ ടിവി മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ഈ പരിപാടിയിലൂടെ പാൽ ഉൽപാദനത്തിനു പിന്നിലെ രസകരമായ കാഴ്ചകളും പശുക്കളുടെ ജീവിത രീതികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. We are celebrating our 25th anniversary. Just we were more innovative. We were the first company to introduce plastic bottles to this part of the world, and we are the first company also to introduce natural fresh juices, and we are the first company now to introduce 3 wonderful functional dairy products. That is omega-3 milk, NutriBoost, and vitamin D milk, which is super milk. 25 വർഷങ്ങൾക്ക് മുമ്പ് വെറും 500 പശുക്കളുമായാണ് അൽ റവാബി ദുബായ് അൽ ഖവനീജിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 12,500 പശുക്കളാണ് ഈ കൂറ്റൻ ഫാമിലുള്ളത്. പശുക്കളെ വിവിധ മേഖലകളിലായി തരംതിരിച്ച് പ്രത്യേക ടെന്റുകളിൽ ഇവിടെ പരിചരിക്കുകയാണ്. ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത് സദ്യയ്ക്ക് വിളമ്പുന്ന മാതൃകയിലുമാണ്. എന്നാൽ ഇവിടെ വ്യക്തികൾക്ക് പകരം ഓട്ടോമാറ്റിക് മെഷീൻ വഴിയാണ് പുല്ല് വിതരണം. ഇങ്ങനെ പുല്ല് നിരനിരയായി വിതറുമ്പോൾ പശുക്കൾ വരിവരിയായി നിന്ന് പുല്ല് കടിച്ചമർത്തുന്നു. ഈ ഓട്ടോമാറ്റിക് വാഹനയന്ത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഇവ കാതുകൂർപ്പിച്ച് ഭക്ഷണത്തിനായി ഓടിയെത്തും. പിന്നെ വയറു നിറഞ്ഞാൽ അല്പം കുശലം പറഞ്ഞാണ് മടങ്ങുക. ഒരു പശു 1 മിനിറ്റിൽ സാധാരണ ഏറ്റവും കുറഞ്ഞത് 50 തവണ അയവിറക്കുന്നതുപോലെ പല്ലുകൾ ചവച്ചരയ്ക്കും. എന്നാൽ അൽ റവാബിയിലെ പശുക്കൾ ഈ അയവിറക്കുന്നത് പല്ലിനും പുല്ലിനുമൊപ്പം പരസ്പര സ്നേഹവും സൗഹൃദവുമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി തീറ്റ കഴിഞ്ഞാൽ പുല്ല് എന്ന് പറയാനും ഈ പശുക്കൾക്കറിയില്ല. കാരണം ഈ പുല്ലുതീറ്റയ്ക്കനുസരിച്ചുള്ള നല്ല പാലാണിവ അൽ റവാബി ഡയറി കമ്പനിക്കായി നൽകുന്നത്. ഇനി പാൽ കറന്നെടുക്കുന്നതാണെങ്കിൽ അതിലും രസകരമായ കാഴ്ചയാണ്. കാതിൽ കമ്മലിനു പകരം നമ്പറിട്ട പശുക്കളാണ് ഇവിടെയുള്ളത്. ഓരോ നമ്പറിലുള്ള പശുവും ഓരോ ദിവസം എത്ര ലിറ്റർ പാൽ വീതം തന്നു എന്നും ഈ ഇലക്ട്രോണിക് സംവിധാനം വഴി അറിയാനാകും. പാൽ കറക്കാനായി സ്വിച്ചിട്ടാൽ മാത്രം മതി. ഉടൻ ട്യൂബ് വഴി പാൽ നേരിട്ട് ഫാക്ടറിയിലേക്ക് എത്തും. പാൽ കറന്നെടുക്കുമ്പോൾ പച്ച വെളിച്ചം തെളിയും. പ്രവർത്തനം നിർത്തിയാൽ ഉടൻ ചുവപ്പ് വെളിച്ചമാകും. സാധാരണ കറവക്കാരനായ ഒരു മനുഷ്യന് മണിക്കൂറിൽ 6 പശുക്കളിൽ നിന്നുവരെ പാൽ കറന്നെടുക്കാൻ കഴിയും. എന്നാൽ ഓട്ടോമാറ്റിക് മെഷീൻ വഴി 1 മണിക്കൂറിൽ 100 പശുക്കളുടെ പാൽ കറന്നെടുക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. We are always looking for the benefits and the health of our consumers. In UAE are deficient in vitamin D, and that's why Rawabi introduced super milk. We introduced also NutriBoost as a breakfast replacer. We calculated very carefully with this research team from Finland, the requirements of the body from 8 o'clock in the morning till 2 o'clock in the evening, the requirements for fiber, energy, vitamins, minerals, and we put them all in 200 ml bottle, which is drinking laban with 3 flavors. We introduced also omega-3 milk, which is very important for elder people and for kids who are learning for their schools, because it improves it boosts the memory, it's good for the heart, it's good for the joint,
It's against sudden death. It boosts the immunity, so people who are consuming it regularly, they will have less infection, less flu, less cold and so on. ഒരു പശു ഒരു ദിനത്തിൽ 35 ഗാലൻ വെള്ളമാണ് കുടിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു കുളിമുറിയിലെ ബാത്ടബിനുള്ളിലെ വെള്ളത്തിന്റെ അളവ് വരും ഈ കണക്ക്. ധാരാളം വെള്ളം കുടിക്കുന്നതിനാലും തീറ്റ കഴിക്കുന്നതിനാലുമാകും പശുമൂത്രവും ചാണകവും ഇവിടെ ധാരാളമായി ലഭിക്കും. അതിനാൽ ഇതിനായി പ്രത്യേക സ്ഥലവും സൗകര്യവും ഒരുക്കിയിട്ടുമുണ്ട്. പശുക്കളുടെ ഈ പ്രത്യേക ജീവിതശൈലിയെ നേരിട്ട് കണ്ടറിയാനും തൊട്ടറിയാനും ഇവിടെ വിപുലമായ സൗകര്യവും ഒരുക്കി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകൾ ക്യൂ നിന്നും വാഹനങ്ങൾ വലിയ ഗതാഗത തിരക്കിൽ കുടുങ്ങിക്കിടന്നുമാണ് ഫാം ഫെസ്റ്റിവലിലെത്തിയത്. ഇങ്ങനെ 2 ദിവസങ്ങളിലായി 1 ലക്ഷത്തിലധികം പേർ ഈ ഫാം ഫെസ്റ്റിവൽ കാണാനെത്തി. അൽ റവാബിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി കാർണിവലുകളും കളികളും സംഘടിപ്പിച്ചു. ഫാക്ടറിക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കാർണിവൽ ഒരുക്കിയത്. നേട്ടങ്ങളുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾക്കൊപ്പം കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൂടി അൽ റവാബിയുടെ പ്രവർത്തനം വികസിപ്പിക്കുമെന്നും കമ്പനി അധികൃതർ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. We are working now and we are developing new products for diabetic people, for hypertensive people, for obese people, and we are working in collaboration with Ministry of Health and with these 2 research teams from Japan and Finland. പാലിന്റെ പരിശുദ്ധി പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുവെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ അൽ റവാബി ഭംഗിയായി നിർവഹിച്ചത്. പാലിന്റെ വ്യാപാരത്തിലും ഗുണമേന്മയിലും ഈ പരിശുദ്ധി വെണ്മയും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.